ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ കാലിൻ്റെ ചുളിവുകൾ പോകാനും അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഒക്കെ ആക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റുന്ന അടിപൊളിയൊരു ടിപ്പ് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം, നമുക്ക് പ്രായം ചെല്ലും തോറും നമ്മുടെ കാലിൽ ചുളിവുകളൊക്കെ കൂടുതലായിട്ട് വരുള്ളൂ അല്ലേ. നമ്മുടെ മുഖത്തിനും കയ്യിനും ഒക്കെ വരുന്ന പോലെ തന്നെ നമ്മുടെ കാലിനും ചുളിച്ചിലുകളൊക്കെ വരും. പിന്നെ നമ്മൾ മുഖത്ത് പാക്കുകളൊക്കെ ഇടും. പക്ഷേ നമ്മുടെ കാലിൻ്റെ ഭാഗം നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പോൾ വല്ലാതെ ഡ്രൈനെസ് ആയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാലിന് വരും. അതൊക്കെ എത്ര പ്രായം ചെന്നാലും ഇപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും പല സ്കിന്നാണ്. അപ്പോൾ അവർക്ക് നമ്മൾ വിചാരിക്കും അവരുടെ കാലൊക്കെ നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കണവരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ചുളിച്ചിലൊക്കെ ഇപ്പോഴേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, കുട്ടികൾക്കായാലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് ഏത് പ്രായക്കാർക്കും ചെയ്യാം കേട്ടോ. എത്ര പ്രായം ചെന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എത്ര വയസ്സായിക്കോട്ടെ, അങ്ങനെ എത്ര ഇതായി കഴിഞ്ഞാലും. എൻ്റെയൊക്കെ ഒരുപാട് നമ്മൾ കുറച്ചാളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ടു. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ കാലൊക്കെ ഒരുമാതിരിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പുകളൊക്കെ ഇടുമ്പോൾ ഒരു ഒരു വ്യത്യാസമൊക്കെ തോന്നില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ മുഖം മാത്രം ഇങ്ങനെ ഇരുന്നിട്ട് കാല് മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ കൈയൊക്കെ ഇപ്പോൾ ഈ കളറൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ക്രീം കാര്യങ്ങളൊക്കെ തേച്ചതിന് ശേഷമാണ്. പിന്നെ നമ്മൾ പാക്ക് മുഖത്തിടുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്നതൊക്കെ കയ്യുമ്മലൊക്കെ തേച്ച് കൊടുക്കാൻ അങ്ങനെ ചെയ്യണോണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ കഴിച്ചപ്പോഴാണ് ഫുള്ള് വൈറ്റനിങ് ആയിട്ട് ഇങ്ങനെ ബോഡി ഫുള്ള് വൈറ്റനിങ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കാലിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ ഇച്ചിരി കല്ലുപ്പും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും ഷാമ്പു ഇട്ടിട്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് കാലിനെ ഒന്ന് സോഫ്റ്റാക്കി കൊണ്ടുവരണം. അല്ലാതെ ഡ്രൈനെസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച ഗുണം കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ചെയ്യുക. അതിന് ശേഷം അടിപൊളി ഒരു സ്ക്രബിങ്ങിൻ്റെ പാക്കാണ്, കിട്ടും റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച വേറൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അത് അതും നല്ലൊരു ടിപ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ചെയ്യുക. ഇതിപ്പം നമുക്ക് ഏതുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി അരി എടുക്കുക. അതിപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചരി ആയാലും കുഴപ്പമില്ല, ഏതരി ആയാലും കുഴപ്പമില്ല കേട്ടോ. മട്ടരിയൊന്നും ശരിയാവില്ല, വെള്ളരിയിൽ തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ആകുമ്പോൾ വളരെ വില കുറച്ചൊക്കെ കിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും, ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ റേഷനൊക്കെ വെച്ച് കഴിക്കാതെ കുഴപ്പമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പിടി റേഷൻ അരി എടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, വല്ലാണ്ട് പൊടിക്കല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരു പാക്കറ്റ് ഷാമ്പു, അത് ക്ലിനിക് പ്ലസ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷാമ്പു എടുക്കുക. അതിനൊപ്പം തന്നെ ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ കാലുമേ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഷാമ്പൂവിൻ്റെ ഒക്കെ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ അബ്സോർവ് ആയിട്ട് പോകും. അങ്ങനെ ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു വെള്ളത്തിൽ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ ആയിട്ടാണ് ആ പച്ചരി വല്ലാണ്ട് നൈസാക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പൊടിച്ചിട്ട് അതിലായാലും നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാം. രണ്ടിനും സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇനിയിപ്പോൾ കാപ്പിപ്പൊടി, തരിയുള്ള കാപ്പിപ്പൊടിയാണെങ്കിൽ അതിലും നമുക്ക് ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ചെയ്യണതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കാലൊക്കെ നല്ലപോലെ കഴുകി ചെയ്തതിന് ശേഷം ഉള്ള റിസൾട്ടാണിത്. അതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള, നമ്മളിവിടെ നാച്ചുറലായിട്ട് നമ്മൾ ക്രീം തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രീം നമ്മൾ കാലുമ്മ തേച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആ ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് കാലുമ്മ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് വൈകുന്നേരം വരെ നിങ്ങളുടെ കാല് ഇതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. ക്രീം ഉണ്ടാക്കാൻ പറ്റുന്നവർ നിങ്ങളത് തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കുക. കാലിൻ്റെയും കയ്യിൻ്റെയും ഡ്രൈനസ് മാറാനൊക്കെ ആയിട്ട് അടിപൊളി ഒരു ക്രീം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.